ഹലോ ഓൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് പറയാനുള്ളത് പൂച്ചേനെ നാട് കടത്തിയൊരു കഥ കേട്ടോ. സോറി, മാറിപ്പോയി. ഇന്ന് ഒരാളെ ഞാൻ അംഗനവാടിക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇന്നലെയാണ് പോകാൻ തുടങ്ങിയത്. ഇന്നലെ പോയി അവിടെ ഞാൻ കൊണ്ടുവന്നാക്കി. ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ടീച്ചറെ വിളി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരാൾ ഭയങ്കര കരച്ചിലാണ്, വേഗം വന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കോന്നിട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു, ആൾ ഓക്കെ ആയിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ഞാൻ പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട അമ്മ, എനിക്ക് പോകണ്ട, സ്കൂളിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ നിർബന്ധിച്ചപ്പോൾ ഓക്കെ പോവാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും ആളും കൂടി അംഗനവാടിയിലേക്ക് പുറപ്പെട്ടതാണ്. അവിടെ എത്തിയപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. ആളെല്ലാവരുടെ അടുത്തും നല്ല ചിരിയും കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മ പോട്ടേന്ന് ചോദിച്ചപ്പോൾ ആ പൊക്കോളും അമ്മയെ, ഞാൻ അവിടെ നിന്നോളാം, ഞാൻ പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലുള്ള അമ്മ പറഞ്ഞു, ഓൾ ഈസ് വെൽ, എല്ലാം ഓക്കെയാണ്, നീ ധൈര്യമായിട്ട് പോയിക്കോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ട് വീട്ടിലേക്ക് ഇങ്ങനെ എത്തുമ്പോൾ വീണ്ടും അതേ കോൾ തന്നെയാണ് വന്നത്, ടീച്ചറുടെ നമ്പറിൽ നിന്ന്. അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞു, ഇയാൾ ഇവിടെ ഭയങ്കര കരച്ചിലാണ്, ഭയങ്കര അലമ്പാണ്, വേഗം വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളുന്നു. ഇന്നലത്തേനേക്കാളും അവസ്ഥ ദയനീയമായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിനി അംഗനവാടി പോകുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. അവൾക്ക് അംഗനവാടി വേണ്ട, അവൾക്ക് കണ്ണേട്ടം പോകുന്ന സ്കൂൾ മതി എന്നാണ് പറയുന്നത്. കണ്ണേട്ടം പോകുന്നത് അമൃത വിദ്യാലയത്തേക്കാണ്. അവിടെ 3 വയസ്സ് കഴിയാണ്ട് എങ്ങനെയാണെങ്കിലും നമുക്ക് ചേർത്താൻ പറ്റില്ല. അത് മാത്രമല്ല, എങ്ങനെയാണെങ്കിലും ഈ അക്കാദമിക് ഇയർ കഴിഞ്ഞു, ഇനി ജോയിൻ ചെയ്യാൻ കഴിയില്ല. ആൾക്കാണെങ്കിൽ ഒക്ടോബറിൽ 3 റൗണ്ട് ആവുള്ളൂ. അപ്പോൾ ടീച്ചേഴ്സ് അതും പറഞ്ഞു കേട്ടോ, അതായത് 3 വയസ്സ് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവന്ന് ചേർത്തിക്കോളി. അപ്പോൾ ഇങ്ങനെ കരഞ്ഞാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സെറ്റാക്കുക. ഇതിപ്പോൾ എന്താ, ചെറിയ കുട്ടിയാണെന്നുള്ള ഒരു ഇത് വരും, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 3 വയസ്സ് വരെ നോക്കാം, അത് കഴിഞ്ഞിട്ട് മതി അംഗനവാടിയിലേക്ക് എന്ന്. ഇത് മാത്രമല്ല, ആമിക്കാണെങ്കിൽ അംഗനവാടി പോകുന്ന ഇഷ്ടമല്ല. ഇനി പോയി അവിടെ ഇരിക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഞാനും ഒപ്പം ഇരിക്കണം. അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ലല്ലോ. സോ പൂച്ചനെ നാട് കടത്തിയ കഥ എന്ന് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പൂച്ചനെ കൊണ്ടുവന്നാക്കി തിരിച്ച് ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും പൂച്ച തിരിച്ച് എൻ്റെ കൂടെ എത്തുകയാണ്. അതാണ് ഇത്. ഏത് അതന്നെ. അങ്ങനെ ആമിക്കുട്ടി അവളുടെ അംഗനവാടി പോക്ക് ഇതോടുകൂടി നിർത്തുകയാണ് ഗൈസ്. നിർത്തുകയല്ല, എനിക്ക് ഇത്രയും ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് നടന്നു പോയി കൂട്ടിക്കൊണ്ടുവരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും തിരിച്ച് അങ്ങോട്ട് തന്നെ പോകേണ്ട അവസ്ഥയാണ്. സോ ഞങ്ങൾ ഈ പരിപാടി അങ്ങ് നിർത്തുകയാണ്. ഓക്കെ, എന്നാൽ ശരി, ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. ബൈ, സ്റ്റേ സേഫ്, ബൈ.